മക്കളെ, +2 കൊമേഴ്സിൽ മാത്തമാറ്റിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഈ വരുന്ന ബോർഡ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ഫ്രം ഇന്റഗ്രൽസ് ചാപ്റ്റർ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്റഗ്രൽ ഓഫ് 2x/1 + x² dx. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. 1 + x² നിങ്ങൾ u-നോ t-നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ t എന്ന് കൊടുക്കുകയാണ് 1 + x². ഓക്കെ അല്ലേ? അപ്പോൾ 1 + x² = t ആണെങ്കിൽ 2x dx = dt എന്ന് വരും. 2x dx എന്ന് പറഞ്ഞാൽ dt ആയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു എന്താ? ഇന്റഗ്രൽ ഓഫ് 2x/1 + x² dx അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് നോക്ക് നിങ്ങൾ 2x dx. ആ 2x dx നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇതാ മേലെ 2x dx = dt. അപ്പോൾ അതിന് വരെ എനിക്ക് dt എന്ന് എഴുതാലോ. അതിന് വരെ എനിക്ക് dt എന്ന് എഴുതാം. ഞാൻ dt എന്ന് എഴുതി. ഓക്കെ. ഇനി അടിയിൽ എന്താണുള്ളത്? 1 + x². 1 + x² = t എന്ന് എഴുതി വെച്ചിട്ടില്ലേ? സോ dt/t അഥവാ ഇന്റഗ്രൽ ഓഫ് 1/t dt. ഇന്റഗ്രൽ ഓഫ് 1/x dx എന്താ? log mod x ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 1/t dt എന്താ? log mod t + c എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു log mod 1 സെക്കൻഡ് ആണ്. log mod t + c ദാറ്റ്സ് ഈക്വൽ ടു log mod t ക്ക് നമ്മൾ വാല്യൂ എന്താ കൊടുത്തത്? t ക്ക് നമ്മൾ കൊടുത്തത് 1 + x² ആണ്. സോ 1 + x² + c എന്ന് ഫൈനൽ ആൻസർ വന്നു. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ ഓഫ് log x² x dx. log x നിങ്ങൾ എന്ത് കൊടുക്കുക? t-നോ u-നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. log x = t എന്ന് കൊടുക്കുക. log x t ആണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 1/x dx = dt എന്ന് വരും അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക? ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് log x. അതിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? t എന്ന് കൊടുത്തൂടെ? ഓക്കെ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ടീൻ്റെ സ്ക്വയർ ബൈ അടിയിൽ എന്താ? x ഉണ്ട്. അടിയിൽ x ഉണ്ടെന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി dx/x ആണ് അല്ലേ? 1/x dx ആണ് അല്ലേ? അടിയിലത്തെ x എന്ന് പറഞ്ഞാൽ എന്താ? 1/x അല്ലേ? അടിയിൽ x ഉണ്ടെന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പോൾ 1/x ഒരു dx ബാക്കിയുണ്ട്. 1/x dx എന്താ സാധനം? ഇറ്റ്സ് dt. 1/x dx എന്ന് പറഞ്ഞാൽ dt ആണ്. അപ്പോൾ t² dt എന്ന് എഴുതാം. t² dt എന്ന് എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് t² dt എന്താ? ടീൻ്റെ പവറിൽ 2 അല്ലേ ഉള്ളത്? 2നോട് 1 കൂട്ടുക. അപ്പോൾ 2 + 1 ഡിവൈഡ് ബൈ അടിയിലും 2 + 1 ഇൻറ്റു + c. ഓക്കെ. ദാറ്റ്സ് ഈക്വൽ ടു t2 + 1 എത്രയാ? 3. t3/3 + c. ഓക്കെ അല്ലേ? ടിക്ക് വരെ നിങ്ങൾ എന്ത് കൊടുക്കുക? ഈ വാല്യൂ കൊടുക്കുക. log x കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് log x-ൻ്റെ ടീൻ്റെ ക്യൂബ് അല്ലേ? അപ്പോൾ log x-ൻ്റെ ഹോൾ ക്യൂബ്. ഓക്കെ. /3 + c is the final answer. log x whole cube /3 + c is the final answer. ക്ലിയർ ആണല്ലോ? മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ ഓഫ് dx/x² - 16. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് dx/x² - 16 എന്ന് പറഞ്ഞാൽ 4² അല്ലേ? 4² അല്ലേ? നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് 1/x² - a² dx-ന്റെ ഇക്വേഷൻ എന്താ? 1/2a log x - a/x + a ആണ്. സോ സെയിം ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് എന്താ കിട്ടുക? 1/2 ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? എൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 4 ആണ്. അപ്പോൾ 1/2 × 4 log x - a x - 4/x + 4 x + a ആണ്. അപ്പോൾ x + 4 വരും. പ്ലസ് c ആണ് ആൻസർ. ദാറ്റ് ഈസ് 1/2 × 4 എത്രയാടാ? 8 log x - 4/x + 4 + c എന്നാണ് ഫൈനൽ ആൻസർ വരിക. ഓക്കെ അല്ലേ? മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് x × e⁻x. ഇന്റഗ്രൽ ഓഫ് x × e⁻x dx. ഇവിടെ അടുത്ത വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഇന്റഗ്രൽസിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്ന റൂൾ. അതെന്തായിരുന്നു റൂള്? അത് ആ റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ സെക്കൻഡ് ഫംഗ്ഷൻ ഏതാന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് ഉണ്ടായിരുന്നു. ആ കോഡ് എന്ന് പറയുന്നത് iLate ആണ്. iLate എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട് അല്ലേ? അതിൽ i എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സി ഇവിടെ ഇപ്പം എക്സും ഉണ്ട്. രണ്ട് സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സും e⁻x ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഈ രണ്ട് സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതാണ് ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത്, ഏതാണ് സെക്കൻഡ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് തന്നെ വരുന്നത് i, അത് ഇൻവേഴ്സ് ആണ്. പിന്നെ വരുന്നത് l, അത് ലോഗരിതമിക് ഫംഗ്ഷൻസ്. ആദ്യം ഇൻവേഴ്സ്, പിന്നെ ലോഗരിതമിക്, പിന്നെ a ആൾജിബ്രിക്. ആൾജിബ്രിക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് x, x², 3x, 1/x ഇങ്ങനത്തെയൊക്കെയാണ് ആൾജിബ്രിക്. ഇനി പിന്നെ t ട്രിഗ്നോമെട്രി, പിന്നെ e എക്സ്പോണൻഷ്യൽ. ഇങ്ങനെയാണ് ഓർഡർ. ഇതിൽ ഈ x എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. നമ്മുടെ ക്വസ്റ്റ്യനിൽ x എന്ന് പറഞ്ഞാൽ എന്താ? ആൾജിബ്രിക് ആണ്. ഇനി e⁻x എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോണൻഷ്യൽ. അപ്പോൾ a ആണോ e ആണോ ആദ്യം വരുന്നത്? iLate a ആണ് ആദ്യം വരുന്നത്, എന്നിട്ടാണ് e വരുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x ആണ്. ഇനി പറ ഇന്റഗ്രൽസിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരിക? ആൻസർ എങ്ങനെയാണ് വരിക? പറ. ആൻസർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് അല്ല, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ.
എങ്ങനെ വരുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ്സ് ഈക്വൽ ടു കുറച്ചുകൂടെ കൂടെ എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡി ബൈ ഡി എക്സ് ആണ് ഡെറിവേറ്റീവ്. അതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എന്താ? ഫസ്റ്റ് ഫംഗ്ഷനാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ഇ റേസ് ടു എക്സ് ഡി എക്സ്. എന്നിട്ട് മൊത്തത്തിൽ ഇവിടെ ഒരു ഡി എക്സ് കൊടുക്കണം. കാരണം ഇവിടെ മൊത്തത്തിലൊരു ഇൻ്റഗ്രൽ ഉണ്ടല്ലോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഡി എക്സ് വേണം. സോ വി വിൽ ഗെറ്റ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്താ? ഇത് ഇ റേസ് ടു എക്സ് ആണ്. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഈ ഡി എക്സ് ബൈ ഡി എക്സ് 1 ആയിപ്പോയി. അത് നോക്കണ്ട. ഇനി ഇൻ്റഗ്രൽ എന്താ? ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്താ? അത് ഇ റേസ് ടു എക്സ് ആണ്. അതും പുറത്തുള്ള ഡി എക്സും അതും എഴുതി. സോ യു വിൽ ഗെറ്റ് ഇ റേസ് ടു എക്സ്, എക്സിൻ്റെ ഇ റേസ് ടു എക്സ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. മൈനസ് ഇനി ഇതെന്താ സാധനം? ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇ റേസ് ടു എക്സ് ആണ്. സോ പ്ലസ് സിയും കൂടെ ആയ ആൻസറായി. എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഇ റേസ് ടു എക്സ് പുറത്തെടുത്തിട്ട് ഇ റേസ് ടു എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, സോ ആ ക്വസ്റ്റിനും കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ ഓഫ് 0 to 1 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് 1 മൈനസ് എക്സിന് നമുക്ക് ടി എന്ന് കൊടുത്ത് നോക്കാം. 1 മൈനസ് എക്സിന് നമുക്ക് ടി എന്ന് കൊടുക്കാം. 1 മൈനസ് എക്സ് ടി ആണെങ്കിൽ നിങ്ങൾ പറ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. പിന്നെ മൈനസ് എഴുതുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് മൈനസ് ഡി എക്സ് ഈക്വൽ ടു ടീൻ്റെത് ഡി ടി വരും. ടിക്ക് കണക്കാക്കി ഡി ടി വരും അല്ലേ? ഇനി നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് എഴുതേണ്ടത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 1 മൈനസ് എക്സ് നമ്മൾ ടി ആയിട്ട് എടുത്താൽ എക്സ് എന്താ വരിക? 1 മൈനസ് എക്സ് ആണ് നമ്മൾ ടി ആയിട്ട് എടുത്തത്. അപ്പോൾ എക്സ് എന്താ വരിക? അത് ഓരോന്നും നമ്മൾ എഴുതി വെക്കാം കേട്ടോ. അത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാം. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ 1 മൈനസ് എക്സ് ടി ആണെങ്കിൽ എക്സ് എന്താ വരിക? മൈനസ് എക്സ് അപ്പുറം പോയാൽ പ്ലസ് എക്സ് ആവും. ടി ഇപ്പുറം വന്നാൽ മൈനസ് ടി ആയി. അപ്പോൾ ഇവിടെ 1 ഉണ്ടല്ലോ, 1 മൈനസ് ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 മൈനസ് ടി എന്ന് വരും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി മൈനസ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ആണെങ്കിൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് അപ്പുറം പോയാൽ മൈനസ് ഡി ടി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു എന്താ? ഇൻ്റഗ്രൽ ഓഫ് 0 to 1 പറ. എക്സിന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? 1 മൈനസ് ടി അല്ലേ? എക്സിന് പറഞ്ഞാൽ 1 മൈനസ് ടി എന്ന് എഴുതി. ഇനി റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഡി എക്സ്. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇറ്റ്സ് ഓക്കെ, അങ്ങനെ തന്നെ എഴുതിക്കുക തൽക്കാലം. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്. 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ടി അല്ലേ? റൂട്ട് ടി. പിന്നെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ടി ആ. അപ്പോൾ മൈനസ് ഡി ടി എഴുതി. ഇനി ഈ മൈനസ് ഇല്ലേ റൂട്ടിൻ്റെ പുറത്തുള്ള, അത് റൂട്ടിനുള്ളിൽ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലെ, അത് നേരെ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്ത് മൈനസ്. ഇനി ഇൻ്റഗ്രൽ ഓഫ് നോക്ക്. 1 മൈനസ് ടി ഇൻറ്റു റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടി റേസ് ടു 1/2 അല്ലേ? പിന്നെ എന്താ? ഡി ടി ഉണ്ട്, ഡി ടി. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 0 to 1 ഉണ്ടേ. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് 0 to 1 ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. ഇനി ഈ ടി റേസ് ടു 1/2 ബ്രാക്കറ്റ് ഉള്ളിലോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ടി റേസ് ടു 1/2 ഇൻറ്റു 1 ദാറ്റ് ഇസ് ടി റേസ് ടു 1/2. പിന്നെ ടി റേസ് ടു 1/2 ഇൻറ്റു മൈനസ് ടി ദാറ്റ് ഇസ് മൈനസ് ടി റേസ് ടു പറ എന്താ? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ ടി റേസ് ടു 1/2 ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ടി റേസ് ടു 1 ആണ്. ടി റേസ് ടു 1/2 ഇൻറ്റു ടി റേസ് ടു 1 എന്താ? ടി റേസ് ടു 2 പവർ കൂടെ ആഡ് ചെയ്യാം. 1 + 1/2 3/2 ഇങ്ങനെ വരും. അത് ഡി ടി. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ്. നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽസ് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് എല്ലാത്തിനും കൂടെ കോമൺ ആയതുകൊണ്ട് ഞാൻ മൈനസ് ഇട്ടിട്ട് പിന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താ ഇൻ്റഗ്രൽ? ആദ്യം നമുക്ക് ടി റേസ് ടു 1/2 ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാം. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ചെറിയൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൽ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് വരുന്ന കേസിൽ 0 to 1 നമ്മൾ 1 മൈനസ് എക്സിന് നമ്മൾ ടി കൊടുക്കുന്ന സമയത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ നമ്മൾ അതിനനുസരിച്ച് മാറ്റണം. അതായത് അടുത്ത പേജിൽ കാണിച്ചു തരാം. അതായത് ഇവിടെ ലോവർ ലിമിറ്റ് ആദ്യം 0 അല്ലായിരുന്നോ? 0 ആയിരുന്നു. എക്സ് 0 ആയിരുന്നു. നമ്മളിവിടെ എഴുതിയ എന്താ? 1 മൈനസ് എക്സ് ആണ് ടി അല്ലെ? 1 മൈനസ് എക്സ് ഈക്വൽ ടു ടി എന്നാണ്. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മളെ ക്വസ്റ്റിനിൽ മാറ്റണില്ലേ? ഇത് മാറ്റിയിട്ടില്ല, തെറ്റിപ്പോട്ടോ. നമ്മൾ എക്സിനെയൊക്കെ ടീൻ്റെ ടേംസിലേക്ക് മാറ്റുമ്പോഴേ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ അതേപോലെ മാറ്റിയിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റായിരിക്കും. അത് ശ്രദ്ധിക്കാട്ടോ, എന്നോട് വിട്ടുപോയതാണ്, ശ്രദ്ധിച്ചോ. 1 മൈനസ് എക്സ് ഈക്വൽ ടു ടി ആണ്. ഇവിടെ ലോവർ ലിമിറ്റ് എന്താ? ലോവർ ലിമിറ്റ് 0 അല്ലേ? അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ടി എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ടി എന്താ? ടി ഈക്വൽ എന്താ വരിക? എക്സ് 0 ആവുന്ന സമയത്ത് ടി എന്താ വരിക? ഇവിടെ എക്സ് 0 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? ടി എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0 അല്ലേ? 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്.
ഇനി അപ്പർ ലിമിറ്റ് എന്തായിരുന്നു? അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പോൾ എക്സ് 1 ആവുന്ന സമയത്ത് എക്സ് ഇക്വൽ ടു 1 ആവുന്ന സമയത്ത് ടി എന്താ വരിക? എക്സ് ഇക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് 1 കൊടുക്കുക. അപ്പോൾ എന്താ 1 - 1 0. ടി എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലോവർ ലിമിറ്റ് അല്ലെ, ലോവർ ലിമിറ്റ് ആണ്. ലോവർ ലിമിറ്റ് ഇത് അപ്പർ ലിമിറ്റ് ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് 1ഉം അപ്പർ ലിമിറ്റ് 0യും കൊടുക്കുക. അതായത് 1 to 0 ആക്കി നിങ്ങൾ മാറ്റി എഴുതണം. 1 to 0 ആക്കിയിട്ട് മക്കൾ മാറ്റി എഴുതണം. 1 to 0 അതെ എല്ലായിടത്തും മാറ്റി എഴുതണം കേട്ടോ. വൺ ടു സീറോ. ഓക്കെ. ഇനി നമ്മൾ ഈ ഇൻ്റഗ്രല് നമ്മൾ എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ഇൻ്റഗ്രൽ രണ്ടിനും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 1 to 0 t⁻1/2 ഇൻ്റഗ്രൽ ഓഫ് 1 to 0 t⁻1/2 dt മൈനസ് ഈ മൈനസ് ആണിത്. ഇനി പിന്നെ t⁻3/2 ഇൻ്റഗ്രൽ കൊടുക്കുക. ഇൻ്റഗ്രൽ ഓഫ് 1 to 0 t⁻3/2 dt. ഓക്കെ. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് പുറത്തുണ്ട്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി നോക്ക് അവിടെ ഇൻ്റഗ്രൽ ഓഫ് t⁻1/2 dt എന്താ? ഇൻ്റഗ്രൽ ഓഫ് t⁻1/2 dt എന്ന് പറഞ്ഞാൽ എന്താ? x⁻n ൻ്റെ ഇൻ്റഗ്രൽ എന്താ? x⁻n+1 ഡിവൈഡ് ബൈ n+1 ആണ്. സോ ഹിയർ അതേപോലെ തന്നെ എന്ത് വരും? എന്താ 1/2 + 1 1/2 + 1 എന്ന് പറഞ്ഞാൽ 3/2 അല്ലേ? അപ്പോൾ 3/2/3/2. ഇനി എന്തുണ്ട്? അതിനെന്തുണ്ട്? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാനായിട്ട് നമുക്ക് 1 to 0 കൊടുക്കണം. ഇവിടെ 1 to 0 ഇവിടെ എഴുതി വെക്കാം. ഇനിയോ നടുക്കുള്ള സൈൻ മൈനസ് അല്ലേ? മൈനസ് ഇടുക. ഇനി അടുത്തത് ഈ ഇൻ്റഗ്രൽ എന്താ? ഇൻ്റഗ്രൽ ഓഫ് t⁻3/2 dt എന്താ? x⁻n ഇൻ്റഗ്രൽ ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ x⁻n+1 ഡിവൈഡ് ബൈ n+1 ആണ്. അതേപോലെ t⁻3/2 ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ t⁻3/2 + 1 ഡിവൈഡ് ബൈ 3/2 + 1 ആണ്. 3/2 + 1 എത്രയാ? 5/2 ആണ് അല്ലേ? 3 2 5 5/2. അപ്പോൾ t⁻5/2/5/2 എന്ന് വരും. t⁻5/2/5/2 അവിടെയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 1 to 0 കൊടുക്കുക. ഓക്കെ. ഇനി നമ്മൾ മൈനസ് പുറത്തുണ്ട്, ആ മൈനസ് അതേപോലെ ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സാധനങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 0 കൊടുക്കണം. ആദ്യം നമ്മൾ 0 കൊടുക്കുക, അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താ കിട്ടുക നമുക്ക്? ഈ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 0/3/2 അത് 0 ആണ് അല്ലേ? അപ്പോൾ 0 എന്ന് കിട്ടി. ആ ഫസ്റ്റ് ബ്രാക്കറ്റിലാണ്. ഫസ്റ്റ് ബ്രാക്കറ്റിൽ ആദ്യം നിങ്ങൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, 0 അപ്ലൈ ചെയ്യുക. ടീയിലെടുത്തൊക്കെ 0 അപ്ലൈ ചെയ്യുക ഫസ്റ്റ് ബ്രാക്കറ്റിൽ ഇതിൽ. അപ്പോൾ ടീയിലെടുത്തൊക്കെ 0 കൊടുത്താൽ 0/3/2/3/2 എന്നാണ് വരിക. 0/3/2/3/2 0 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ. ലോവർ ലിമിറ്റ് 1 അല്ലേ? 1 അപ്ലൈ. ടീയിലെടുത്തൊക്കെ അപ്പോൾ 1/3/2/3/2 അല്ലേ? 1/3/2/3/2 എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്കില്ലേ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പ വഴിയതാ. ഇവിടെ ആക്ച്വലി ഈ 2 ഇല്ലേടാ, ഈ 2 അതിന് നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/2 ആണ്. ആക്ച്വലി 3/2 ആണ്. 3/2ൻ്റെ റെസിപ്രോക്കൽ എടുത്ത് 3/2 ഉണ്ട് 5/2 ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ട് ടേംസിലും അത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി ഇങ്ങനെ വരിക. 3/2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2/3 റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെയാണെങ്കിൽ 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ t⁻5/2 5/2 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ 2/5. അപ്പോൾ രണ്ട് ടേംസിൽ ഒരു 2 കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഒരു 2 കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതങ്ങ് മൈനസിൻ്റെ അപ്പുറം ഓൾറെഡി ഉള്ള മൈനസിൻ്റെ കൂടെ ആ 2 അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് എന്താ വരിക? t⁻3/2/3 എന്നിട്ടോ 1 to 0 മൈനസ്. ഇനി t⁻5/2/5 1 to 0. ഓക്കെ, ക്ലിയർ അല്ലേ? 2 പുറത്തേക്ക് എടുത്താൽ t⁻3/2/3 t⁻5/2/5. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തോ. -2. നോക്ക്, ഇവിടെ ടിക്ക് പകരം 0 കൊടുത്താൽ 0 ആയിരുന്നത് അല്ലേ? ഫസ്റ്റ് ബ്രാക്കറ്റിൽ 0 കിട്ടും. മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ്. ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ 1 അപ്ലൈ ടിക്ക് പകരം. അപ്പോൾ എന്താ 1/3/2/3. 1/3/2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 1/3/2 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1/3. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. മൈനസ് അടുത്ത ബ്രാക്കറ്റിൽ ഇവിടെ നിങ്ങൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0ക്ക് പകരം. അപ്പോൾ ടിക്ക് പകരം. അപ്പോൾ ടിക്ക് പകരം 0 കൊടുത്താൽ 0/5/2/5/2 അത് 0 തന്നെ. 0 അപ്പർ ലിമിറ്റ് എഴുതി മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇതാണ് ഫോർമാറ്റ്. അപ്പർ ലിമിറ്റ് എഴുതി മൈനസ് ഇട്ടു. ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 1 അപ്ലൈ. ടിക്ക് വരെ 1 അപ്ലൈ ചെയ്താൽ 1/5/2/5. 1/5/2 1 ആണ്. അപ്പോൾ 1/5. ഓക്കെ, സോ ദാറ്റ് ഈസ് -2 ഇൻറ്റു പറ 0 - 1/3 എത്രയാ? -1/3 ആണ് അല്ലേ? ഇനി മൈനസ് ഈ മൈനസ് ഇല്ല. ഇനി 0 - 1/5 എന്താ? 0 - 1/5 ദാറ്റ് ഈസ് അഗൈൻ -1/5. ഓക്കെ, സോ -2 ഇൻറ്റു -1/3. പിന്നെ ഈ മൈനസും കൂടെ പ്ലസ് ആയി +1/5 അല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു -2 ഇൻറ്റു 1/5 - 1/3.
ദാറ്റ് ഈസ് -2 ഇൻറ്റു എന്താ വരിക 3 - 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 - 5 -2 - 2 / 3 × 5 15. സോ -2 ഇൻറ്റു -2/15 വരും. ഇനി പറ -2 ഇൻറ്റു -2 എന്താ? മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആണ്. 2 ഇൻറ്റു 2 4 ആണ്. 4/15 ഈസ് ദ ഫൈനൽ ആൻസർ. 4/15 ആണ് ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊമേഴ്സിലെ മാത്തമാറ്റിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്. ഈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ കൊമേഴ്സ് മാത്തമാറ്റിക്സിൽ ചോദിക്കാറുള്ളത്. സോ കൃത്യമായിട്ട് തന്നെ മക്കൾ പഠിച്ചു പോകാം. ഇതല്ലാതെയും ഒരുപാട് ഷോർട്സും വീഡിയോസും ഒക്കെ ആയിട്ട് ഇൻഡഗ്രൽസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ നല്ലപോലെ പഠിക്കാം. ബോർഡ് എക്സാമിനേഷൻ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് എഴുതാം. ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് മാർക്കും സ്കോർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.